ഓം നമഃ ശിവായ. കൈലാസഗിരി സഹ്യങ്ങളിൽ പാർവതീദേവിയോട് ഒപ്പം വസിച്ച് ആനന്ദനൃത്തമാടി ലോകത്തിന് മുഴുവൻ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന മഹാദേവന്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ആരാധനാലയമാണ് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി ആഗ്രഹ സാഫല്യവും നേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇതുവരെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും ഐശ്വര്യപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചു വരുന്നു. മഹാദേവനെ കണ്ട് സങ്കടമുണർത്തിയാൽ കാര്യസാധ്യം ഉറപ്പാണെന്നാണ് ഭക്തരുടെ വിശ്വാസവും അനുഭവവും. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നാൾക്കുനാൾ ചോറ്റി മഹാദേവ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാദേവന്റെ നിറസാന്നിധ്യവും കാരുണ്യകടാക്ഷവും മൂലം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ചോറ്റി മഹാദേവ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പുകൾപെറ്റ ആരാധനാലയങ്ങളിൽ ഒന്നായി മാറി. ലോകത്തിന്റെ നാഥനായി വിളങ്ങുന്ന പഞ്ചാക്ഷരി മന്ത്ര വാഹിയായ പരമശിവൻ വിശ്വാസികൾക്ക് മാത്രമല്ല നാടിനാകെ ഐശ്വര്യവർഷം ചുരിയുകയാണ്. വർണ്ണവർഗ ദേശവ്യത്യാസമില്ലാതെ വിശ്വാസികൾ ചോറ്റി മഹാദേവ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് എത്തുന്നത് ദൈനംദിന കാഴ്ചയുമായി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് മനസ്സിനും ശരീരത്തിനും കുളിർമയും ശാന്തിയും നൽകുന്ന ക്ഷേത്ര അന്തരീക്ഷം കൊണ്ടും ചോറ്റി മഹാദേവ ക്ഷേത്രം വിശ്വാസികളുടെ മനം കവർന്നു കഴിഞ്ഞു. എത്ര വലിയ ജീവിത ദുരിതമായാണെങ്കിലും ക്ഷേത്രസന്നിധിയിൽ എത്തിയാൽ ഭക്തരുടെ മനസ്സ് കാറും കൂളുമണഞ്ഞ് ശാന്തിയുടെ തീരത്ത് എത്തും. ചരിത്ര പെരുമ ഉറങ്ങുന്ന ചോറ്റി മഹാദേവ ക്ഷേത്രത്തിന്റെ നാൾ വഴികളിലൂടെ ഒരു സഞ്ചാരം. ഐതിഹ്യ പെരുമയിൽ 1500 വർഷങ്ങൾക്ക് മുമ്പാണ് ചോറ്റി മഹാദേവ ക്ഷേത്രത്തിന്റെ ഉദയം. നമ്മുടെ ചോറ്റി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായൊരു രേഖ നമ്മുടെ കൈവശമില്ല. പക്ഷേ പഴമക്കാരുടെ വാമൊഴിയിൽ നിന്നും പിന്നെ ദേവപ്രശ്നങ്ങളുടെ വിധികളിലൊക്കെ പരാമർശിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഇവിടെ. അനേകം അന്നത്തെ ഒരു കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് രീതിയിലാണ് ഗ്രാമങ്ങളെല്ലാം ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിലേക്ക് പരിസരത്ത് വരുന്ന ആളുകളാണ് ഇവിടെ വസിച്ചിരുന്നത്. അതിന് നിരവധി നമ്മുടെ ഈ ക്ഷേത്രം തന്നെ ഒരു വലിയ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ളതിൻ്റെ ഇപ്പോഴത്തെ പ്രകടമായ തെളിവാണ്. നമ്മുടെ പരിസരത്തൊക്കെ ഏതാണ്ട് ഒരു 6ഓളം കുളങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പടയോട്ടങ്ങളും അശ്വരഥങ്ങളും കൈക്കരുത്തിന്റെ ബലത്തിൽ തകർത്തെറിഞ്ഞ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായി ചോറ്റി മഹാദേവ ക്ഷേത്രവും നാമാവിശേഷമായി. ഇതിൻ്റെ പൂർവ്വചരിത്രം ഞങ്ങൾ പഴമക്കാർ പറഞ്ഞറിയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2 കഥകളാണ്. ഒന്ന്, ഈ ക്ഷേത്രവും പരിസരവും എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ അല്ലെ അന്നത്തെ നാടുവാഴികളുടെ ഭരണത്തിൽ ഇരുന്നതാണ്. അപ്പോൾ അവർ ഒരു നാടുവാഴിയുടെ സ്ത്രീജനങ്ങൾ ഈ ക്ഷേത്ര സങ്കേതത്തെ ദർശനത്തിന് വന്നപ്പോൾ ഇവിടുത്തെ നാടുവാഴിയുടെ സ്ത്രീജനങ്ങൾ അവരെ കളിയാക്കിയെന്നും അതിൻ്റെ പ്രതികാരം തീർക്കുവാൻ വേണ്ടിയിട്ട് അവർ അക്രമം നടത്തി ക്ഷേത്രം നശിപ്പിച്ച് പിരിഞ്ഞുപോയി എന്നാണ് ഒരു കഥ. അങ്ങനെ ക്ഷേത്രം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആയിരക്കണക്കിന് ഏതാണ്ട് ആ ദേവപ്രശ്നത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട് 1500 വർഷം മുമ്പുള്ള ചരിത്രം. അതായത് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഗണപതിയാർ കോവിലിൻ്റെയൊക്കെ കാലഘട്ടമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളും ഈ ഒരു കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഇത് ഇങ്ങനെ കിടന്ന് വനങ്ങളായി തീർന്ന് ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള വസ്തുക്കളെല്ലാം രാജാക്കന്മാരുടെ കയ്യിലായി. ഇത് പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ അധീനതയിലായിപ്പോയി നമ്മുടെ ഈ കിഴക്കൻ മേഖല. ചാരം മൂടിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഊതിക്കാച്ചിയ പൊന്നുപോലെ ശിലാവിഗ്രഹം വിശ്വാസികൾക്ക് മുമ്പിൽ നിറദീപം പോലെ പ്രത്യക്ഷമായി. ഇത് ഞാൻ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഒരു വലിയ സാത്വികരായിട്ടുള്ള ജനങ്ങൾ ആരാധിച്ച് ഉപാസിച്ചിരുന്ന ഒരു ദേവസങ്കേതമായിരുന്നു. അപ്പോൾ അത് എത്ര നശിപ്പിച്ചെങ്കിലും അതിൻ്റെ ഒരു ദേവാംശം ഒരു കല്ലിൽ മുമ്പേ ഞാൻ കാണിച്ച ആ ഒരു ചതുരക്കല്ലിൽ അത് തെളിഞ്ഞു കിടന്നു. അപ്പോൾ ഇവരുടെ റബ്ബർ കൃഷി 1-2 തവണ കഴിഞ്ഞപ്പോഴത്തേനും മണ്ണ് ഒലിച്ചു പോയിട്ട് ഇത് പതിയെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഈ പരിസരത്ത് ജനവാസം ധാരാളം ഉണ്ടായിരുന്നു. ആ ജനവാസത്തിൽ ഉള്ള ആളുകളുടെ അന്ന് ഈ മൃഗങ്ങൾക്കൊക്കെ രോഗം വന്നാലും
കുട്ടികൾക്കൊക്കെ അസുഖം വന്നാലും ഇവിടെ ഭഗവാന്റെ മുന്നിൽ അവർ തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഏതാണ്ട് 1965 കാലഘട്ടത്തിലാണ് ആ ആരംഭം. അപ്പോൾ അന്ന് ഇവിടം ഒരു ജനവാസമില്ല, എസ്റ്റേറ്റ് മാത്രമാണ്. അപ്പോൾ അവരുടെ എസ്റ്റേറ്റിൽ തൊഴിലാളികളും മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ കല്ലിൽ നിന്നും ഒരു ജീവാംശം ഉയർന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിസരവാസികളായിട്ടുള്ള ഇവിടെ നിന്നുള്ള ആദ്യത്തെ ഇതിൻ്റെ പുനരുദ്ധാരണം. അതാണ് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്ര പുനരുദ്ധാരണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതി ഉണ്ടാക്കിയാൽ, അപ്പോൾ യഥാർത്ഥത്തിൽ ക്ഷേത്രം ഉണ്ടാകുന്നുള്ള സങ്കല്പം പുതിയതുണ്ടാക്കുകയല്ല, ഈ ഇന്നത്തെ ഭരണസമിതി പുതിയതുണ്ടാക്കുകയല്ല ചെയ്തത്, പുനരുദ്ധാരണം നടത്താൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാനും കല്ലുകളിൽ അവശേഷിച്ച ആ ജീവചൈതന്യം മാത്രമാണ്. പിന്നീട് നിബിഡവനമായിരുന്ന ചോറ്റിയിൽ ആ ദിവ്യവിഗ്രഹത്തെ വിശ്വാസികൾ ആരാധിച്ചു പോന്നു. പിൽക്കാലത്ത് ഇവിടം സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ എസ്റ്റേറ്റ് ആവുകയും ചെയ്തു. എന്നാൽ അക്കാലത്ത് ഇവിടെ ഒരു അമ്പലം പണിയുവാൻ ഭക്തർ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. 1970 മുതൽ ഈ ക്ഷേത്ര പരിസരത്ത് ഈ എസ്റ്റേറ്റിലെ, അതായത് 180 ഏക്കർ വരുന്ന പാലാമ്പടം വേവിച്ചൻ്റെ വക എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഇവിടെ എല്ലാ വർഷവും 41-ന് മണ്ഡലവ്രത ഭജന നടത്തിയിരുന്നു. അങ്ങനെ 2-3 വർഷം മണ്ഡല ഭജന നടത്തി കഴിയുമ്പോഴാണ് ഈ പാലാമ്പട സ്കൂളിലെ അധ്യാപകനായ ശിവരാമൻ സാർ ഇവിടെ ക്ഷേത്രം പണിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞ് ആ സാറ് മാറിക്കഴിഞ്ഞപ്പോൾ മുണ്ടമറ്റത്തു നിന്നും ഉള്ള ആളുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആചാര്യമ്പ പ്രഭാകരൻ നായർ, പല്ലാട്ട് നാരായണൻ നായർ, AP പുരുഷോത്തമൻ പിള്ള, പട്ടംതാനം സുകുമാരൻ, ഇങ്ങനെ കുറേ ആളുകൾ അവർ വന്നിവിടെ പ്രവർത്തനം തുടങ്ങി. 1 വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. ആ 1 വർഷക്കാലം ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കുമളിയിലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഇവിടെ വന്നുകൂടി. 1 വർഷക്കാലം കമ്മിറ്റിയിൽ നിന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ക്ഷേത്രം പണിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പാലാമ്പടം ബേബിച്ചനെ ചെന്ന് കണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്ഥലം തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം തരാമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം അതിനെ വിസമ്മതിച്ചു, കിട്ടിയില്ല. അവസാനം പിലാപ്പള്ളി കൊച്ചേട്ടൻ സ്ഥലം വിൽക്കുന്ന സമയത്ത് നമുക്ക് 50 സെൻറ്റ് സ്ഥലം പാലാമ്പടത്തുകാർ തന്നു. ആ 50 സെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഒരു കുളം, ഇന്നും ആ കുളം കാണാം. ആ കുളം ആരും വാങ്ങാതെ വന്നപ്പോൾ പിലാപ്പള്ളി കൊച്ചേട്ടൻ അതും നമുക്ക് തന്നു. അങ്ങനെ 60 സെൻറ്റ് ഭൂമിയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂട്ടത്തിൽ അന്ന് ഈ നാട്ടിൽ നിന്ന് പിരിവെടുത്ത് 2400 രൂപ കിട്ടി. ഈ 2400 രൂപ കൊടുത്ത് 40 സെൻറ്റ് സ്ഥലവും കൂടെ വാങ്ങിച്ചിട്ട് 1 ഏക്കർ ഭൂമിയാണ് ആദ്യം നമുക്കിവിടെ കിട്ടുന്നത്. ആ 1 ഏക്കർ ഭൂമിയിൽ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തി. വർഷങ്ങൾക്ക് ശേഷം 1975 ഡിസംബർ 25-ാം തീയതിയാണ് നാം ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന്റെ തറക്കല്ലിടിയിൽ നടന്നത്. ആതുരദാസ് സ്വാമികളായിരുന്നു അത് നിർവഹിച്ചത്. 1975 ഡിസംബർ മാസം 25-ാം തീയതി രാത്രി 1 മണിക്ക് ഇവിടെ ഈ വലിയ ശ്രീകോവിലിൻ്റെ തറക്കല്ലിടാനായിട്ട് ആതുരദാസ് സ്വാമികളെ ക്ഷണിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം വന്നപ്പോൾ രാത്രി 1 മണിക്ക് ആളുകൾ വരാതിരിക്കുമല്ലോ എന്നുദ്ദേശിച്ച് ഒരു കൊച്ചു സാറുണ്ടായിരുന്നു, തമ്പലക്കാട്. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗവും വെച്ചു. കഥാപ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ ആതുരദാസ് സ്വാമികൾ വന്നു, തറക്കല്ലിടാൻ വന്നു. അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു, നിങ്ങളിവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അടുത്തിരുന്ന ഒരു പന്തലിലായിരുന്നു. എനിക്ക് ആ പ്ലാനൊന്ന് കാണണം. പ്ലാൻ കൊണ്ട് കൊടുത്തു, കണ്ടു. ഇതെത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 3 വർഷം കൊണ്ട് പണിയാൻ പറ്റും. 3 വർഷം കൊണ്ട് പണിയുമോ? അങ്ങനെ ആ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഞാനും ഒരു സംഭാവന തരാം അദ്ദേഹം പറഞ്ഞു. ഏതായാലും രാത്രി തന്നെ കല്ലുകളിട്ടുകൊണ്ട് തമിഴ്നാട്ടിലുള്ള ഒരു മേസ്തരിക്ക് പണി നമ്മൾ എഗ്രിമെൻ്റ് വെച്ചു. പ്രധാന ശ്രീകോവിൽ പണിയുന്നതിന് മാത്രം സാധന സാമഗ്രികൾ കൊടുക്കുകയും 28,001 രൂപ പ്രതിഫലവും കൊടുക്കണമെന്നാണ്. അങ്ങനെ ജവഹർ പിള്ളയും നടരാജ പിള്ളയും 5-6 പണിക്കാരുമായിട്ട് വന്ന് ഈ പണി കാര്യങ്ങൾ തുടങ്ങി. ഈശ്വരാധീനമെന്ന് പറയട്ടെ, എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ മഹാദേവൻ കൊണ്ട് തന്നതാണ്. 8 മാസം കൊണ്ട് ഈ പ്രധാന ശ്രീകോവിലിൻ്റെ പണികൾ തീർത്തു.
പിന്നീടുള്ള കാലഘട്ടം ക്ഷേത്രത്തിന്റെ സമഗ്രമായ വളർച്ചയുടേതായിരുന്നു. 1980-82 കാലഘട്ടത്തിൽ ശ്രീകോവിലിന്റെ പ്രതിഷ്ഠ നടത്തി. ഈ വർഷങ്ങളിൽ തന്നെ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച നഴ്സറി സ്കൂളും മതപാഠശാലയും ആരംഭിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷം നഴ്സറി സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ മതപാഠശാലയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. നാട്ടിലുള്ള ആളുകൾക്ക് ക്ഷേത്രാചാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതുന്നതിന് ഭഗവാനെ തൊഴാൻ പോലും അറിയാൻ വയ്യാത്ത ആളുകളായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു മതപാഠശാലയുടെ പ്രവർത്തനം തുടങ്ങി. ആ മതപാഠശാലയിൽ 2 ക്ലാസ്സുകളിലായിട്ട് വളരെയധികം കുട്ടികൾ വരികയും മതപാഠശാല വളരെ ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോരുകയും ചെയ്തു. മതപാഠശാല തുടങ്ങിക്കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നഴ്സറി സ്കൂൾ തുടങ്ങണം. അതിനു വേണ്ടി നഴ്സറി സ്കൂളും തുടങ്ങി. അങ്ങനെ ആ കാലങ്ങൾ മുന്നോട്ട് നീങ്ങി കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കി പണികൾ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വല്യമ്പലം ചുറ്റുമതിൽ ഈ കാര്യങ്ങളൊക്കെ പണിതു. അത് കഴിഞ്ഞിട്ട് ആനക്കൊട്ടിൽ പണിതു, കൊടിമര പ്രതിഷ്ഠ നടത്തി, തിരുവുത്സവം നടത്തി, ശിവരാത്രി ഉത്സവവും അതോടൊന്നിച്ച് തന്നെ അങ്ങ് നടത്തി. ഏതായാലും ആ നഴ്സറി സ്കൂള് 5-8 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങ് നിന്നുപോയി, കുട്ടികളില്ലാതെ നിന്നുപോയി. എന്നാൽ മതപാഠശാല ഇപ്പോഴും മതപാഠശാല വളരെ ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണ്. അന്ന് മതപാഠശാലയിൽ ആദ്യം പഠിക്കാൻ വന്ന ആദ്യത്തെ ക്ലാസ്സിൽ വന്ന കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയാണ് ഇന്ന് മതപാഠശാലയുടെ പ്രധാന അധ്യാപിക. ഇപ്പോഴും നമ്മളെ നിൽക്കുന്ന സമയത്തും നമ്മുടെ മുന്നിൽ ആ ഓഡിറ്റോറിയത്തിനകത്ത് മതപാഠശാല നടക്കുന്നുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ മതപാഠശാല നടക്കുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആളുകളുടെ വരവുണ്ട്. അതോടുകൂടി തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. ഏത് കാര്യം ഉദ്ദേശിച്ചാലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. 2005 ആനക്കൊട്ടിൽ പണിതു, 2006 കൊടിമരം പണിതു, കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞു. അതിനോടുകൂടി തന്നെ തിരുവാറാട്ട് തുടങ്ങി. തിരുവാറാട്ടിന് നമ്മൾ ആറാട്ടിന് പോയിക്കൊണ്ടിരുന്നത് ഈ അടുത്തുള്ള ഒരു തോട്ടിൽ, ആറ്റിൽ, അവിടെ കുളം കുത്തിയാണ് നമ്മൾ ആറാട്ട് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ മഹാദേവൻ തോന്നിച്ചു ഒരു അഭിപ്രായം. അതനുസരിച്ച് ഇവിടെ നിന്നും 1 കിലോമീറ്റർ അപ്പുറം മുണ്ടമറ്റത്തുള്ള ഒരു ആളിൻ്റെ വക 10 സെൻറ്റ് ഭൂമി വാങ്ങി നല്ല രീതിയിൽ കുളം കെട്ടി അതിനകത്താണ് ഇപ്പോൾ ആറാട്ട് നടക്കുന്നത്. അവിടെ നിന്ന് ആറാട്ട് കഴിഞ്ഞ് ചിറ്റടി വഴി കറങ്ങി തിരിച്ച് അമ്പലത്തിൽ വരികയാണ്. നല്ല രീതിയിൽ വളർച്ചയുടെ പടവുകൾ താണ്ടി ചോറ്റി മഹാദേവ ക്ഷേത്രം ഒരു മഹാദേവ ക്ഷേത്രത്തിലെ എല്ലാ പൂർണ്ണതയും കൈവരിച്ചിരിക്കുകയാണ്. ഇതിന്റെ അവസാന ഘട്ടമായി അംഗഗോപുരത്തിന്റെ കുംഭാഭിഷേകം ഫെബ്രുവരി 24 നടക്കും. അംഗഗോപുരം സാധാരണ പല ക്ഷേത്രങ്ങളിലും അംഗഗോപുരം ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിൽ കുംഭാഭിഷേകത്തോടെ അംഗഗോപുരം ഭഗവാന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ കേരളത്തിൽ വളരെ അപൂർവമാണ്. ഒരു മഹാക്ഷേത്രം എന്ന തലത്തിലേക്ക് ക്ഷേത്രം എത്തണമെങ്കിൽ അംഗഗോപുരം പണിത്, അതായത് ഭഗവാന്റെ ക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠാ സങ്കല്പത്തിൽ കാൽപാദമായി കരുതുന്ന അംഗഗോപുരം പണിത് അതിനനുസരിച്ച് ചുറ്റുമതിനോട് ചെയ്ത് പൂർണ്ണമായാൽ മാത്രമേ ക്ഷേത്രം മഹാതലത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമ്മുടെ ക്ഷേത്ര സങ്കല്പം അനുസരിച്ചുള്ള വിശ്വാസം. ആയതനുസരിച്ച് വളരെ വലിയ വിപുലമായ രീതിയിൽ തന്നെ വളരെ ആകർഷകമായ രീതിയിൽ തന്നെയുള്ള ഒരു അംഗഗോപുരം നമ്മൾ പണി പൂർത്തീകരിച്ചു വരുന്നു. ഇതിൻ്റെ സമർപ്പണം എങ്ങനെ നടത്തണമെന്നുള്ള ഒരു ആലോചനാ വേളയിലാണ് നമ്മുടെ ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന AP പുരുഷോത്തമപിള്ള അംഗഗോപുര സമർപ്പണം നമുക്കൊരു കുംഭാഭിഷേകത്തോടുകൂടി വളരെ മഹനീയമായിട്ട് നടത്തണമെന്നുള്ള ആശയം മുന്നിൽ വയ്ക്കുകയും ആ ആശയം കമ്മിറ്റി അംഗീകരിച്ചും കൊണ്ട് കുംഭാഭിഷേകത്തോടുകൂടി തന്നെ നമ്മുടെ അംഗഗോപുരത്തിൻ്റെ സമർപ്പണം നടത്തുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർണ്ണമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അംഗഗോപുരത്തിൻ്റെ കുംഭാഭിഷേകം നടക്കുന്ന വേളയിൽ തന്നെ കുംഭാഭിഷേകത്തിന് ശേഷം ഇതിൻ്റെ പ്രധാന വാതിലായ അംഗഗോപുരത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് സാധാരണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലെ ആചാര്യന്മാരെയോ വിളിച്ചൊരു പ്രസംഗം നടത്തി ചെയ്യുന്ന ചടങ്ങിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് ഒരു മകൾ കർമ്മമായി ഒരു ഗജകേസരിയെ കൊണ്ട് തന്നെ ആ പരിപാടി നിർവഹിക്കണമെന്നുള്ള ആശയത്തിൻ്റെ പേരിലാണ് തോട്ടിച്ചാലിൽ ബോലോനാഥ് എന്ന കളഭകേസരി തോട്ടിച്ചാലിൽ ബോലോനാഥ് എന്ന ഗജവീരനെ കൊണ്ട് നമ്മളതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനുള്ള നടപടികളും ചെയ്തിരിക്കുന്നു.
ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു നിലത്തിൽ ഇന്ന് ഇതിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് ആവർത്തിക്കേണ്ട ഒരു സംഭവം ഇതാണ്. ഇത്ര ദരിദ്രമായ ജനവിഭാഗം, അതായത് ഹിന്ദു ജനവിഭാഗം താമസിക്കുന്ന ഒരു മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് ഈ അംഗഗോപുരത്തിനും ചുറ്റുമതിലിനും കൂടെ 1 കോടി രൂപയോളം നമുക്ക് ചിലവായിട്ടുണ്ട്. ഈ 1 കോടി രൂപയുടെ വലിപ്പം പറയുമ്പോൾ അതല്ല ഈ സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് 2 കോടിയിലധികം രൂപ മുടക്കി നമ്മൾ ഓഡിറ്റോറിയ സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ടാണ് ഇത് ഏറ്റവും അനിവാര്യമെന്ന് വന്നതുകൊണ്ട് ഇതിലേക്ക് കടക്കുക. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇതിന് പുറകെ വരും. അപ്പോൾ ഇപ്പോഴ് നമുക്ക് ഈ സംഭവം അത്യാവശ്യം എന്ന് വന്നതുകൊണ്ട് ഇതിലേക്ക് കടക്കുകയാണുള്ളത്. കേരളത്തിൽ ഇരുനില അംഗഗോപുരം വളരെ കുറച്ചു ക്ഷേത്രങ്ങൾക്ക് നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. മഹാദേവന്റെ തൃപ്പാദമാകുന്ന കിഴക്കേ അംഗഗോപുരം മനോഹരമാക്കുന്നതിനു വേണ്ടി മുകളിലെ നിലയിൽ 3 ചെറുമുഖത്തോടുകൂടിയ മേൽക്കൂര ചെമ്പുതകിടിന്റെ മാതൃകയിലും അടിയിലെ ആലസ്യക്കഴക്കോൽ പണിതും അതിനു താഴെ ഉത്തരം, പട്ടം, ഗളം, ഗാജനം, വേദിക എന്നീ പണികളോടും കൂടി താഴ്ത്ത നിലയിൽ കിഴക്കും പടിഞ്ഞാറും വലിയ ചെറുമുഖത്തോടും കൂടി താഴ്ത്ത ഭിത്തിയിൽ അലങ്കാരക്കാലുകൾ, പഞ്ചരം എന്നിവയും മുൻവശത്തെ ഭിത്തിയിൽ ദ്വാരപാലകർ, അതിനു പുറമെ ഇടത് ഭിത്തിയിൽ ചുവർ ശില്പമായി ശിവഭഗവാന്റെ ഏറ്റവും പ്രധാനമായ നടരാജഭാവത്തിലുള്ള ശില്പവുമാണ് ചെയ്തിട്ടുള്ളത്. ഭഗവാന്റെ പാദമെന്ന് സങ്കല്പിക്കുന്ന ഗോപുരത്തിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. വളരെ മനോഹരമാണ്, വളരെ മനോഹരം. ആര് കണ്ടാലും ഒന്നുകൂടെ നോക്കുന്ന രീതിയാണ്. ഈ നാട്ടിലെല്ലാം പല സ്ഥലങ്ങളിലും, ഈ കേരളത്തിൽ 90% സ്ഥലങ്ങളിലും ചൊയ്യരി ക്ഷേത്രത്തെ ഇന്ന് സംബന്ധിച്ച് അറിയാവുന്നതാണ്. കാര്യമായിട്ടും ഇതിൻ്റെ ഞായറാഴ്ച നമ്മുടെ ഗോപുരത്തിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇടത് ഭിത്തിയിൽ ദ്വാരപാലകർക്ക് പുറമെ ചുവർ ശില്പമായി ചെയ്തിരിക്കുന്നത് ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ഏകപാദ ശിവനെയാണ്. ഭാരതത്തിൽ ഏതാണ്ട് 600-ലധികം ശിവസങ്കല്പങ്ങളുള്ള ശില്പങ്ങൾ ഉള്ളതായാണ് അറിവ്. അതിൽ ഏറ്റവും ശക്തിയുള്ളതാണ് ത്രിമൂർത്തി സങ്കല്പമുള്ള ഏകപാദ ശിവൻ. ഇത് കേരളത്തിൽ കുറച്ചു മാത്രം ക്ഷേത്രങ്ങളിലാണ് കാണപ്പെടുന്നത്. കൂടുതലും രാജസ്ഥാൻ, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. തിരുനടയിലെ മഹാദ്വാരത്തിലെ മുകളിലത്തെ മച്ചിൽ നവകണ്ഠം തുടങ്ങിയ പണികളെ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. അംഗഗോപുരം ഉദ്ഘാടനം ചെയ്യുന്നത് ഗജരാജൻ കളപ്പകേസരി തോട്ടുചാലിൽ ഭോലനാഥ് ആണെന്നതും ശ്രദ്ധേയമാണ്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തുന്ന ഗജകേസരിയെ ചോറ്റി ജംഗ്ഷനിൽ നിന്നും വലിയ ഒരു ചടങ്ങോടുകൂടി തന്നെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ ആനയിക്കുന്നതിനുള്ള നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. വിവിധ തലത്തിലുള്ള താലപ്പൊലികൾ, കാവടി ഘോഷയാത്രകൾ, പിന്നെ കുമ്മിയടി, വഞ്ചിപ്പാട്ട്, ഇതെല്ലാം കൂടാതെ വേലകളി, മുത്തുക്കടകൾ, അലങ്കരിച്ച മുത്തുകടകൾ, ഏറ്റവും വിപുലമായിട്ട് 35 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാഞ്ചാരിമേളം, ഇതുകൂടാതെ നമ്മുടെ ഈ പ്രദേശത്തെ വനിതകളുടെ നേതൃത്വത്തിലുള്ള ശിങ്കാരിമേളം, അങ്ങനെയുള്ള വലിയൊരു പരിപാടി കൂടി തന്നെ ഗജകേസരിയെ ചോറ്റിയിൽ നിന്ന് ആനയിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും 11:30 ശേഷം നടക്കുന്ന കുംഭാഭിഷേകത്തിന് ശേഷം ക്ഷേത്രത്തിൻ്റെ നട ഗജകേസരി തുറന്നു കൊടുത്തുകൊണ്ട് ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രവേശനം അനുവദിക്കുന്നു. അതിനുശേഷം വിപുലമായ സമൂഹ സദ്യ, സാധാരണ പ്രസാദകൂട്ടം എന്നുള്ളതെന്ന് പറഞ്ഞാൽ പ്രസാദകൂട്ടമല്ല, സമൂഹ സദ്യ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ചടങ്ങായിട്ട് തന്നെയാണ്. കോട്ടയം ജില്ല, ഇടുക്കി ജില്ലകളിലെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം ഇതിൻ്റെ പ്രചാരണങ്ങൾ എത്തുകയും എല്ലാ ഫലങ്ങളിൽ നിന്നും ഈ പരിപാടി പങ്കെടുക്കാൻ ആളുകൾ തയ്യാറായി എത്തിയിരിക്കുന്ന വേള നമ്മൾ ഏകദേശം ഒരു 5000 പേര് എങ്കിലും പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇത് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ക്ഷേത്രസന്നിധി ചെയ്തിരിക്കുന്നു. 40-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളായ ഭക്തജനങ്ങൾ ചേർന്ന് രൂപീകരിച്ച ക്ഷേത്ര പുനരുദ്ധാരണ സമിതിയുടെ മികച്ച പ്രവർത്തനമാണ് ചോറ്റി മഹാദേവ ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതിയുടെ പ്രധാന ഒരു നാഴികക്കല്ല്. ഇപ്പോഴും തുടർന്ന് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം, പല ക്ഷേത്ര സംഘടനകളിലും 1-2 വർഷം കൂടുമ്പോൾ ആ ഭരണസമിതി പിരിഞ്ഞു പോവും, പിന്നെ പുതിയത് വരും. അതാണ് ഈ ക്ഷേത്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഈ 69 വന്നയാളാണ് ഞാൻ. ഇപ്പോൾ 19 ആകുമ്പോൾ 50 വർഷം പൂർത്തിയാക്കി ഭരണസമിതിയിൽ. അപ്പോൾ അത് ഈ ഞങ്ങളുടെ ഇടയിലെ അഭിപ്രായ ഐക്യത്തിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. എൻ്റെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഒന്നാണ് ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ OK കൃഷ്ണൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഞങ്ങളെല്ലാം ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ ജനങ്ങൾ വിടാതെ പിടിച്ചു നിർത്തുന്നതിൻ്റെ നേട്ടം ഈ ക്ഷേത്രത്തിനുണ്ടായിട്ടുണ്ട്. സമൂഹത്തിനുള്ള സ്ഥിരതയുള്ള ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്കും വിജയത്തിനും അടിസ്ഥാന കാരണം. അത് ഇനിയും തുടരാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ചോറ്റി മഹാദേവ ക്ഷേത്രത്തിലെ കാവടി ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കാവടിയായി മാറി. ശിവരാത്രി മഹോത്സവത്തോട് അനുബന്ധിച്ചാണ് കാവടി ഘോഷയാത്രയും വളരെ ചരിത്രപ്രസിദ്ധമായി നടക്കുന്നത്. ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം എന്ന് അറിയപ്പെടുന്നത് ശിവരാത്രി ഉൾപ്പെടെയുള്ള 9 ദിവസത്തെ പരിപാടികളാണ്. ചോറ്റി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളത് ശിവരാത്രി ദിവസം ചിറ്റടിയിൽ നിന്നും പാറത്തോട്ടിൽ നിന്നും ചോറ്റി ക്ഷേത്രത്തിലേക്ക് ആരംഭിക്കുന്ന മഹാകാവടി ഘോഷയാത്രയാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കാവടിയാട്ട ഘോഷയാത്രയിൽ ഒന്നാണ് ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ. ഏതാണ്ട് 50-60 ഇടയ്ക്ക് കിലോ തൂക്കമുള്ള 12 അടിയിലധികം ഉയരമുള്ള അതിമനോഹരമായ ആട്ടക്കാവടികളും കൊട്ടക്കാവടികളും അതുപോലെ തന്നെ മറ്റ് തെയ്യങ്ങൾ എല്ലാം ഉൾപ്പെടെ നടത്തുന്ന ഘോഷയാത്രയാണ് നമ്മുടെ കാവടി ഘോഷയാത്ര. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഘോഷയാത്രകളൊന്നായി ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്ര മാറിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും വിദഗ്ധരായ ആൾക്കാരെ വിളിച്ചു വരുത്തി അതിമനോഹരമായ രീതിയിലാണ് നമ്മൾ കാവടി നിർമ്മിച്ച് ആടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഈ കാവടി കാരണം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഹരിപ്പാട് അങ്ങനെയുള്ള പ്രധാന ക്ഷേത്രങ്ങൾ, ചെട്ടികുളങ്ങര, കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് ചോറ്റിയിലെ കാവടി വളരെ ഫേമസ് ആണ്. അതോടൊപ്പം തമിഴ്നാടിൻ്റെ വിവിധ മധുര ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാവടി ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചോറ്റിയിലെ ക്ഷേത്രത്തിൻ്റെ നേര് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ഘോഷയാത്ര മൂടി പിടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ കാവടി നമ്മൾ ആരംഭിച്ചത്. എന്നാൽ അതിൻ്റെ ഭാരിച്ച ചിലവും മറ്റും കണക്കിലെടുത്ത് പോയിട്ട് നമ്മൾ കാവടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മറ്റു പല ക്ഷേത്രക്കാർക്കും അവരുടെ ഘോഷയാത്രയുടെ കാവടി ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് നമ്മൾ മറ്റു ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്ക് ഇപ്പോൾ കാവടി പോവുകയാണ്. ശരാശരി ഒരു വർഷം നമ്മൾ 75-നും 85-നും ഇടയ്ക്ക് ക്ഷേത്രങ്ങളിൽ നമ്മൾ കാവടി ഘോഷയാത്ര പോകുന്നുണ്ട്. ഏതായാലും നമ്മുടെ ക്ഷേത്രത്തിലെ ഈ പരിപാടികൾക്ക് കാവടി ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഈ കാവടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തിലും പോകുന്നതുകൊണ്ട് ക്ഷേത്രത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതിനും വേണ്ടി കാവടി സഹായിക്കുന്നുണ്ട്. കാവടി ഘോഷയാത്രയിൽ പങ്കെടുക്കുവാനായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ചോറ്റി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത്. മഹാദേവന്റെ കൃപാകടാക്ഷത്താൽ ധന്യമായി തീർന്ന ചോറ്റി മഹാദേവ ക്ഷേത്രത്തിന്റെ വളർച്ച നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായാണ് നിലകൊള്ളുന്നത്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം